വല്ലപ്പുഴ ചെറുകോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 76 വയസ്സുകാരിക്ക് പരുക്കുപറ്റി. പടിഞ്ഞാറ്റുമുറി സ്വദേശിനി പാറുക്കുട്ടിയമ്മയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരുക്കുപറ്റിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പനമ്പറ്റയിൽ പാറുക്കുട്ടിയമ്മയ്ക്ക് നേരെ കാട്ടുപന്നി ഓടിയെത്തുകയായിരുന്നു. പ്രദേശത്തെ തോടിനോട് ചേർന്നുള്ള പാലത്തിനടുത്തെത്തിയപ്പോൾ ദൂരെ നിന്നും ഓടി വന്ന കാട്ടുപന്നി പാറുക്കുട്ടിയമ്മയ്ക്ക് നേരെ വരികയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. പന്നിയുടെ ഇടികൊണ്ട പാറുക്കുട്ടിയമ്മ സമീപത്തെ 10 അടിയോളം താഴ്ചയിലേക്കുള്ള തോട്ടിലേക്ക് മറിയുകയും ചെയ്തു. ഇവരുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടുകയും ഇവരെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ശാരീരിക വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച ചെയ്തുകൊണ്ട് ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നാമം ചൊല്ലി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരികയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റോഡിന് വരുമ്പോൾ ഈ പുറത്ത് ഈ സൈഡിൽ സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട്, അവിടേക്ക് വരികയായിരുന്നു. അവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ ആ റോഡിൽ നിന്ന് തിരിഞ്ഞ് പാടത്തിന് തോടിന് പാലം കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ പിന്നെ ഒരു പശുക്കുട്ടി പോലെ ഒന്ന് വരുന്ന കണ്ടു ദൂരത്തുനിന്ന്. അടുത്ത് വന്നപ്പോൾ അത് പന്നിയാണ്. അയ്യോ പന്നി പറഞ്ഞിട്ട് ഞാൻ ആ പാലത്തിൻ്റെ ഉള്ളിൽ സൈഡിലേക്ക് മാറി നിന്നു. പന്നി വന്നത് തല കുലുക്കിയിട്ട് വന്നിട്ട് എൻ്റെ ഒരു തട്ടിയിട്ട് തോട്ടിലേക്ക് വീണു. പിന്നെ പന്നി പോയി നിന്ന് കണ്ടു തോട്ടിലേക്ക് അത് വീണ്. ഇപ്പോൾ ഈ സൈഡിൽ വീണിട്ടായിരിക്കും, ഈ വലത്തെ സൈഡിന് വീണതെന്നോ തോന്നുന്ന ചെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലത്തെ സൈഡിന് വീണിട്ട് കയ്യിന് കേട് പറ്റിയത്, കൈ കൊണ്ട് വീണ് ഒന്നിനും വയ്യാതെ. അങ്ങനെ അപ്പുറത്ത് ഈ വാഴങ്കന്ന് പാടത്ത് വാഴങ്കന്ന് പറിക്കണ ഒരു മുസ്ലിം ചെക്കുണ്ടായിരുന്നു, അവന് ഓടി വന്നു. എൻ്റെ നെരോളി കേട്ടിട്ട് അത്ര വന്നേ. പന്നിശല്യം വർദ്ധിച്ചു വരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. അറിയാലോ, ഇപ്പോൾ നമ്മളെ അവിടെ പനമ്പാമ്പലി കാട്ടുപന്നിയുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ ഈ 19ാം വാർഡില്. അതിന്റെ ശല്യം അപ്പൊ ഈ രാത്രി കൂടെയല്ല പകലാണ് നടന്നിട്ടുള്ളത്. അതായത് 9 മണിക്ക് സ്കൂൾ കുട്ടികളൊക്കെ പോണ ഒരു സമയമാണ് അത്. ഈ സമയത്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇതായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ഇതിനെതിരെ ബന്ധപ്പെട്ട ഭരണസമിതികൾ ഇതിനെതിരെ നടപടി എടുത്തില്ല വെച്ചാല് ഭാരതീയ മസ്ലിം സംഘം ഇതിനെതിരെ വൻപം പ്രതിഷേധ പരിപാടിയായിട്ട് പോകാനാണ് തീരുമാനം.